ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നതെന്താ വെച്ചാൽ, പരമാവധി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരുടെ സ്റ്റാറ്റസുകളിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മളെ മേപ്പാടി മീനാക്ഷി പാലം മറ്റേ ദുരന്തബാധ നടക്കുന്നിടത്ത് മണ്ണിടിച്ചിൽ നടന്നിട്ട് കുറച്ച് പേര് മരിക്കും, കുറച്ച് പേർക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലുണ്ട്, കുറേ പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എസ്റ്റേറ്റുകളിലായിട്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കണ്ടിട്ട് സങ്കടമായി, വളരെ സങ്കടമായി. വാർത്തയെല്ലാം കാണുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ മേപ്പാടിയിൽ നമ്മൾ വലിയൊരു ദുരന്തം നേരിട്ടവരാണ്, എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അങ്ങനെ ഒരു സംഭവം. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പ്രഷറിൽ വന്നിട്ട് കുറേ പേരങ്ങ് ചാലിയാർ പുഴയെന്നും ഇവിടെ നിന്നൊക്കെ കിട്ടിയ പല സ്ഥലങ്ങളിലായിട്ടാണ് കിട്ടിയത്. അതൊന്നും ശരീര ഭാഗങ്ങളൊന്നും ഇല്ലാണ്ടും അല്ലാണ്ട് വളരെ ഭയാനകമായ രീതിക്ക് നമ്മൾ കണ്ട് വന്നവരാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനൊരു സംഭവം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി താമസിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ പറ്റുമോ, നിങ്ങളെ ആഭരണങ്ങളും പണവും വസ്തുക്കളും നിങ്ങൾക്ക് വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന കുടുംബക്കാരെ വീട്ടിലേക്കോ ഇല്ലേട്ടൻ അനിയത്തിമാരോ ഉമ്മാൻ്റെ വീടോ ഉപ്പാൻ്റെ വീടോ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മാറാം, ഇതാക്കാം, നമ്മളെ സ്വത്ത് പോയി എന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം തന്നെ മേപ്പാടിയിലെ ജനങ്ങളുടെ അവസ്ഥ അറിയാലോ, ഒരു വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇതിൽ തന്നെ കാണാം, മണ്ണ് വരുന്ന ഇവർക്ക് അറിയാം. 11:30 സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇത് കാണുന്നുണ്ട് ജനങ്ങൾ, കുറെ പേര് നോക്കി നിൽക്കുന്നുണ്ട്, കുറെ പേര് അതിന്റെ അടുത്തുണ്ട്, ജീവനക്കാരായിരിക്കും. അപ്പൊ ചിലപ്പോൾ അങ്ങനെ പൊട്ടി പുറപ്പെടുന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവർ ലോറിക്കാരൻ ആദ്യം ബേക്ക് എടുത്ത് പിന്നെയും മുന്നോട്ടെടുത്ത് പോയത്. അപ്പൊ ഇത് പൊട്ടൂല, സേഫായിട്ട് അങ്ങോട്ട് പോകുന്ന വിചാരിച്ചിട്ട്. ടാങ്കർ ലോറിയാണോ എണ്ണേന്റെ ലോറിയാണോ, അത് വാട്ടർ സപ്ലൈ ആണോ എന്താന്നുള്ളത് അറിയില്ല, വെള്ളത്തിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് വരാൻ അവർക്ക് പറ്റില്ല, കാരണം ടാങ്കർ ലോറി എല്ലാം റിവേഴ്സ് എടുക്കുന്ന കുറച്ച് റിസ്ക് ആണ്. വലിയ വണ്ടിയല്ല, എങ്ങനെ എടുക്കണമെന്നും അറിയില്ല, അപ്പോഴേക്കും ആരെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതും അറിയില്ല. ഒരു ചേച്ചിയും ചേട്ടനുണ്ട്, അത് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ഞാൻ തോന്നി. അവിടെ ഒരു വീട്ടിലേക്ക് മൊത്തമായിട്ട് മണ്ണ് കഴിയിട്ടുണ്ട്. അതിന്റെ അപ്പുറ സൈഡ് മാത്രമേ മണ്ണിന് കുറവായിട്ടുള്ളൂ. പിന്നെ ആ ലോറി, ആ വെള്ളം കൊണ്ടുപോയ ലോറി വരെ, അത്രയും കിലോഗ്രാം ഭാരമുള്ള ലോറി വരെ ആ മണ്ണിടിച്ചിൽ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന പറയുമ്പോൾ ദയവ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് ആരും പോയിരുന്നു. കൗതുകമായിട്ട് നമ്മൾ കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് നമുക്ക് ഒരിക്കലും ഊഹിക്കാനേ പറ്റില്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ഇത് കാണുമ്പോൾ പോയി നോക്കാന്നുള്ളൊരു കൗതുകത്തോടെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് അങ്ങനെ പോകരുത്. അത് വന്നു കഴിഞ്ഞാൽ എത്ര ദൂരം വരുന്നോ, എത്ര പ്രഷറിൽ വരുന്നോ, ആരൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും പറയാനില്ല. കുറേ വണ്ടികൾ അവിടെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്, കുറേ പേര് മരിച്ചു, കുറേ പേര് 5-6 പേര് മരിച്ചു എന്നുള്ള രീതിക്കാണ് ഉള്ളത്. പിന്നെ കുറേ പേർക്ക് പരിക്കുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ദമ്പതികൾ, ചേച്ചിക്കൊന്നും ഓടാനേ പറ്റുന്നില്ല. എന്നാലും ആ ചേട്ടൻ വലിച്ചു വെച്ച് കൊണ്ടുവന്നതും പിന്നെ മണ്ണിന്റെ പ്രഷർ കൊണ്ടും ഞാൻ വിചാരിച്ച കാണുന്ന കാഴ്ചയിൽ ആ ലോറിന്റെ അടി പോയി തലയെ കൈ വെച്ച് പോയി. എന്താ പറഞ്ഞാൽ വേറെ ചേട്ടനുണ്ട്, ആ ചേട്ടൻ മണ്ണിടിച്ചതിന്റെ ഇതിൽ രക്ഷപ്പെട്ട്. എന്നാലും ആ ചേട്ടൻ ആ ചേച്ചിന്റെ കൈ പിടിച്ച് വലിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചേച്ചി വണ്ടിന്റെ അടി പോയേനെ. എന്തോ ഭാഗ്യം, മണ്ണിന്റെ ഇതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവർ രക്ഷപ്പെട്ടു, ഒരു കുഴപ്പമില്ല. കയ്യിന് ചെറിയ പരിക്കൊക്കെ ഉണ്ട് എന്നാണ് എന്താ പറയുക അറിയാൻ കഴിഞ്ഞത്, വാർത്തയിലൊക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യന്മാരെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള എല്ലാ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പരമാവധി എല്ലാം ഇതാക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് പേര് അതിന്റെ അടി പോയി നിന്ന് ഇവര് വാർത്തകളിലൊക്കെ പറയണത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഈ വീഡിയോ സ്റ്റാറ്റസ് പിന്നെ വാർത്തയിൽ കാണുന്നേ ഉള്ളൂ, അറിവുള്ളൂ, ഞാൻ പോയി നോക്കിയിട്ടില്ല. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ദയവ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഉള്ളോടത്തുണ്ടെങ്കിൽ അലർട്ട് കിട്ടിയാൽ അപ്പം തന്നെ മാറിക്കോളും. നമ്മുടെ ജീവനക്കാളും വലുതൊന്നുമില്ലല്ലോ ഒന്നും. അപ്പൊ പറ്റുന്നത് പരമാവധി എല്ലാം എന്താ പറയുക എടുത്ത് നമുക്ക് കുടുംബക്കാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും വീട്ടിലേക്ക് മാറിക്കോളാം. അതിൽ ഇത് വരുമൊന്നും ഇല്ല അങ്ങനെ സംശയത്തിൽ നിൽക്കുക വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ കണ്ടേല്ലേ ഒരു ദുരന്തം, വലിയൊരു ദുരന്തം നമ്മൾ മുന്നിൽ കണ്ടേല്ലേ. പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് മാറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മാറിക്കോളും. കാരണം സങ്കടം നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ, ഈ വാർത്തയിൽ ടിവിയിലെല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അത് അനുഭവിക്കുന്ന, അതിൽ ഉൾപ്പെട്ടു പോയി രക്ഷപ്പെട്ടു വരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ചേട്ടൻ രക്ഷപ്പെടുത്തിയിട്ട് എന്തോ എടുത്തു വരുന്ന കാണുമ്പോൾ വളരെ സങ്കടമാണ്. എന്താണ് തല കൈവച്ചു ചിലത് ആ ഓടി വരുന്നതിനെ കാണുമ്പോൾ ഓടിക്കൂടാന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടന് ഓടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആ വണ്ടി വരുന്നതും എല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക പടച്ചോനെന്ന് വിളിച്ചു ഞാൻ. അത്രയും ഇത് പിന്നീട് ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സാക്ഷിയുള്ള ആർക്കും സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്താവും കരഞ്ഞു പോകും ചിലരൊക്കെ കാണുമ്പോൾ.